കൂട്ടുകാരെ, സ്നേഹ നമസ്കാരം. നമ്മൾ ഇന്ന് ഭഗവത്ഗീത മഹാത്മ്യത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് ഇനി ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഭൂമിദേവി ചോദിക്കുന്നതും വിഷ്ണു ഭഗവാൻ ഉത്തരം പറയുന്നതുമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ചേർത്തത്. അടുത്തത് 3-ാമത്തതാണ്. ഈ മഹാപാപം തുടങ്ങിയിട്ടുള്ള പാപങ്ങളൊന്നും ഗീതാധ്യാനം ചെയ്യുമെങ്കിൽ ഒരിടത്തും സ്പർശിക്കുന്നതല്ല. അതായത് താമര ഇലയെ വെള്ളം എന്ന പോലെ, അതായത് താമരയുടെ ഉള്ളിൽ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ അത് താമര ഇലയിൽ പറ്റിപ്പിടിക്കില്ലല്ലോ എന്നതുപോലെ മഹാപാപങ്ങളൊന്നും ഗീതയെ പഠിക്കുന്നവന് അവനിലേക്ക് ഇത് ബാധിക്കില്ല എന്ന്. അപ്പോൾ ആ ശ്ലോകം ഒന്ന് നമുക്കൊന്ന് ചൊല്ലാം. 3-ാമത്തെ ശ്ലോകമാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഭഗവത്ഗീത പുസ്തകമുണ്ടെങ്കിൽ അതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. 3-ാമത്തെ ശ്ലോകമാണേ, ചൊല്ലുകയാണ്. മഹാപാപാദി പാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിത് സ്പർശം ന കുർവന്തി നളിനീദളമംബുവത്. മഹാപാപാദി പാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിത് സ്പർശം ന കുർവന്തി നളിനീദളമംബുവത്. അർത്ഥം നോക്കാം നമുക്ക്. ഗീതാധ്യാനം, അതായത് ഗീതാർത്ഥ ചിന്തനം കരോതി ചെയ്ത് ചെയ്യുന്നുവെങ്കിൽ നളിനീദളമംബുവത് താമരയിലയിലെ ജലം എന്ന പോലെ മഹാപാപാദി പാപാനി മഹാപാപം തുടങ്ങിയ പാപങ്ങൾ ക്വചിത് ഒരിടത്തും സ്പർശം ന കുർവന്തി സ്പർശിക്കുന്നില്ല എന്നർത്ഥം. അതായത് നമ്മൾ ഈ ഭഗവത്ഗീത ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്താ ഗുണങ്ങൾ? മഹാപാപം തുടങ്ങിയിട്ടുള്ള പാപങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഗീതാധ്യാനം, ഈ ഗീതയെ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ മഹാപാപാദി പാപാനി മഹാപാപങ്ങളായാൽ പോലും അതൊന്നും താമരയിലെയെ വെള്ളമെന്ന പോലെ സ്പർശിക്കാതെ, അതിലൊട്ടിപ്പിടിക്കാതെ നമ്മളിലുള്ള പാപങ്ങളെല്ലാം തീർന്ന് നമ്മൾക്ക് നല്ല വ്യക്തിയായി തീരാൻ സാധിക്കുമെന്നാണ് അർത്ഥം. അതുകൊണ്ട് വീട്ടിലുള്ള കുട്ടികളൊക്കെ ഇതൊക്കെ കേൾപ്പിക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഭഗവത്ഗീത വാങ്ങിക്കുക. എന്നിട്ട് ഇവിടെ ആചാര്യൻ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ പുസ്തകത്തിൽ നോക്കിയേക്കുക. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഒന്നുകൂടി ചെല്ലാം. മഹാപാപാദി പാപാനി ഗീതാധ്യാനം കരോതി ചേത് ക്വചിത് സ്പർശം ന കുർവന്തി നളിനീദളമംബുവത്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമസ്തേ.